താജ്മഹലിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ്. ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ താജ്മഹലിന് ഈവനിങ്ങാണ് വന്നത്. ഇവിടെ സ്റ്റേ ബാക്ക് ആയിരുന്നു. സോ ഞങ്ങൾ ബാക്ക് സൈഡൊക്കെ കണ്ടുള്ളൂ. ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. താജ്മഹലിൻ്റെ ഓരോ ടൈപ്പിലെ പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിള്ളേരൊക്കെ അടിപൊളി ഹാപ്പിയാ. അങ്ങനെ ഞങ്ങൾ താജ്മഹലിലേക്ക് കയറുക. കയറുന്ന വഴിയാണ്. സെക്യൂരിറ്റി ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഇതിലെങ്ങനെയാണ് കയറേണ്ട എൻട്രി ഞാൻ കയറി കഴിഞ്ഞ് കാണിക്കാം. രേഖ, നമ്മൾ എവിടെ പോവാ? എവിടെ കാണാൻ പോണേ? താജ്മഹൽ കാണാൻ പോവാനോ? എക്സൈറ്റഡ് ആണോ? അപ്പോൾ ജെറ്റ് സ്പോട്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ. എല്ലാവർക്കും സ്വാഗതം പറ. അതെ, താജ്മഹലിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോണത്. ഞങ്ങൾ അകത്ത് കയറുവാണ്. ഇവിടുന്ന് തൊട്ട് കാണാം. ഇതാണ് അതിൻ്റെ കയറുന്ന കമാനം. അതിനകത്ത് കാണാം നമ്മുടെ വെണ്ണക്കൽ മാർബിൾ രൂപം കാണാം. ഇത് വലിയൊരു കമാനമാണ്. വലിയൊരു കമാനം എന്താ ഭയങ്കര ഭംഗിയായി കമാനം തന്നെ കാണാൻ. ഇത് രസം നോക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച കുത്തബ് മീനാറും അതുപോലെ നമ്മൾ വേറെ ഇതൊക്കെ കണ്ടില്ലേ, ഒരു മുഗൾ നിർമ്മിതിയൊക്കെ കണ്ടില്ലേ, അതിനേക്കാൾ എല്ലാം മനോഹരമാണ്. ഇവിടെ ഒരു കമാനവാതിൽ, ഒറ്റവാതിൽ. ഓ റോമിയോ. അതിനകത്തൂടി താജ്മഹലിൻ്റെ ആ ഒരു വ്യൂ, കോട്ടവാതിലിൻ്റെ ഉള്ളിൽ കൂടി താജ്മഹലിൻ്റെ വ്യൂ കാണാം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല, എനിക്കറിയാം. അതിൻ്റെ ഉള്ളിലായിട്ട് കാണാം. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ കോട്ട, ഇതിൻ്റെ ഉള്ളിൽ ഈ എൻട്രിയുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ കുറേ കമാനമാണ്. ഗേറ്റായിരുന്നു, താജ്മഹലിൻ്റെ ഗേറ്റാണ്. മെയിൻ മിനാരോ കമാനോ അങ്ങനെ എന്തോ പറയില്ലേ, ആ സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണ കണ്ട് ഇതാണല്ലേ പണ്ടത്തെ കാലത്തെ ഷാനിയോ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെളിച്ചം കാരണം ഒന്നും ശരിക്കും കാണുന്നില്ല. ഫുൾ വെള്ളം മാത്രമാണ്. മൊത്തം വെട്ടമാണ്. ആ വെട്ടത്തിൻ്റെ അപ്പുറമാണ് താജ്മഹൽ. കണ്ടോ? അടിപൊളി. ഓ, നമ്മൾ ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു വലിയൊരു അത്ഭുതമാണിത്. ഒരു എന്താ പറയുക, സിമ്പിൾ ഓഫ് ലവ് എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ അതൊന്നുമല്ല, ഇതിൻ്റെ ഈ ഒരു ആർക്കിടെക്ചർ, ഈ ഒരു ഭംഗി. തട്ടി വീഴാൻ പോയതാ അതിനിടയ്ക്ക്. വീഡിയോ എടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ കീഴേക്ക് നോക്കിയില്ല. Oh my God. Oh my God. This is the ultimate living. Wow. अरे वो जा रहा है ना मेरा वाला. ഭയങ്കര തിരക്കാ. തിരക്കെന്ന് പറഞ്ഞാൽ വലിയ തിരക്ക്. ഈ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. എങ്ങനെ പറ്റും എന്നറിയില്ല, പക്ഷേ എടുക്കും. ഇതൊക്കെ ഒരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി അല്ലേ, എടുത്തല്ലേ പറ്റും. സോ ബാക്ക്ഗ്രൗണ്ടിൽ പറ്റുന്നില്ല. ആൾക്കാരുടെ തല മാത്രമേ കാണാനുള്ളൂ, എന്നെ കാണുന്നില്ല. ഓക്കെ, എന്നെ കാണുമ്പോൾ താജ്മഹൽ കാണത്തില്ല. ഓക്കെ, താജ്മഹലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യെസ്, കാണാം. ഓക്കെ, ഓ മൈ ഗോഡ്, വാവ്, ഇത് കറക്റ്റ് വ്യൂ ആണ് താജ്മഹലിൻ്റെ. കറക്റ്റ് വ്യൂ. വാവ്, മൈ ഗോഡ്. പ്രയാഗ ഭയങ്കര ഫോട്ടോയ്ക്കൊക്കെ പോസിങ് ആണ്. പ്രയാഗ ബേബി പോസിങ് ആണ്. എല്ലാവരും പോസാണ്. നോ നോ,
വാവ്. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ, എടുത്തിട്ട് കാണിക്കാം കേട്ടോ. കണ്ടോ ഭംഗി കാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓ മൈ ഗോഡ്, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയാൻ പാടില്ല, അടിപൊളി. താജ്മഹലും ഞാൻ സൂപ്പർ. ഓക്കെ, താജ്മഹൽ എന്നെ കാണണ്ട, താജ്മഹൽ കാണും, അടിപൊളി. കണ്ടോടാ താജ്മഹൽ, കാണടാ താജ്മഹലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. പ്രയാഗൂട്ടാ എല്ലാം പോസോട് പോസാണ്, ഭയങ്കര പോസാണ്. ഏതാണെങ്കിൽ സ്റ്റൈല് അവരുടെ താജ്മഹൽ കിട്ടത്തില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞങ്ങൾ താജ്മഹലിന്റെ അകത്തേക്ക് പോവാ, കാണാമോ? വാവ്, താജ്മഹൽ താജ്മഹൽ താജ്മഹൽ. വാവ് 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 വാവ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നല്ല തിരക്കാ, നോക്ക്. ചുറ്റി റൗണ്ടിൽ താജ്മഹലിൽ കാണിക്കാം. ഇതതിൻ്റെ കമാനം, കയറി വരുന്ന കമാനം എൻട്രൻസ്. പിന്നെ അവിടെ എന്തെങ്കിലും നമ്മുടെ വെള്ളം, വാട്ടർ വേ. താജ്മഹലിൻ്റെ പടങ്ങളിലെല്ലാം കാണുന്നു ഫ്രണ്ടിലുള്ള വാട്ടർ ഫൗണ്ടെയിൻസ്. പിന്നെ ഇവിടുന്ന് അവിടെ വേറൊരു മിനാരം കാണുന്നു. നമ്മുടെ താജ്മഹൽ അവിടെ വേറെ ഏതോ ഒരു മിനാരം ഇടയ്ക്ക് കാണാം. ഇതാ കാണും, കാണാം. ആ മരങ്ങൾ വെക്കുന്നതുകൊണ്ടാണ്. ഇത് നമ്മുടെ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ താജ്മഹൽ, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം. ഒരുപാട് നാളായിട്ട് ഞങ്ങളിങ്ങനെ ഫാമിലിയായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇന്നലെ ഇവിടെ എത്തിയിട്ട് പോലും ഞങ്ങൾക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഈവനിങ് അടച്ചതിന് ശേഷം എത്തിയൊന്ന് ബാക്ക് സൈഡിൽ നിന്ന് കാണേണ്ടി വന്നു. ഇന്ന് ഞങ്ങളിവിടെ ഞങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്ത് നിന്നത് രാവിലെ തന്നെ പോകുന്നു, കാണുകയാണ്. വാവ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമ്മുടെ താജ്മഹൽ. നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണിത്. വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. പ്രൗഡായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ഒരു അഭിമാനമായിട്ടുള്ളൊരു മൊമെൻ്റാണിത്. അല്ല, ഒരു സ്ഥാപനം, ഒരു എന്താണ്, ഒരു വാസ്തുശില്പമാണിത്. എനിക്ക് വാക്കൊന്നും കിട്ടുന്നില്ല, എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. സോ ഇവിടെ ഫോട്ടോ എടുത്ത് തരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നാൽ നമ്മുടെ ഒരു ലൈഫ് ടൈം മെമ്മറി. അപ്പോൾ ഇതാ മുന്നോട്ട് നടക്കുക. അകത്ത് കയറി കഴിഞ്ഞിട്ട് ബാക്കി അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല തിരക്കാണ്, ഞങ്ങൾ പതിയെ പോകുന്നത്. നല്ല തിരക്കാണ് ഇവിടെ. പിക് പോക്കറ്റേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സൂക്ഷിച്ച് വേണം നടക്കാൻ. അകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. താജ്മഹലിൻ്റെ ക്ലാസ്സും അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ഇവിടെ വരെ എത്തി. ആവോ, അയ്യോ ആവോ, ഈ ഫ്രെയിമിൽ താജ്മഹൽ മാത്രം. ഞാൻ ഫോട്ടോ എടുക്കട്ടെ, വേറെ ആരും ഇല്ലാതെ താജ്മഹൽ മാത്രം. വാവ് വാവ്, സൂപ്പർ. ഫ്രണ്ട് കിടക്കുന്നുണ്ടോ? പനി പിടിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ താജ്മഹൽ കണ്ടപ്പോൾ ഉത്സാഹത്തിൽ നടക്കുക. ഓ ഹായ് പറ. ഹായ് ഹായ് ഗൈസ് പറ. എവിടെയുള്ളത് നമ്മള്? താജ്മഹലിന്റെ ഫ്രണ്ടിലല്ലേ? വാവ്, ഞാനും താജ്മഹലും. ഒറ്റ ഫ്രെയിമിൽ കിട്ടുന്നില്ല. ആ യെസ്, ഇപ്പം ഏകദേശം കിട്ടും. ഓ മൈ ഗോഡ്, ഞങ്ങൾ താജ്മഹലിനകത്തേക്ക് കയറാൻ പോവാം. എനിക്കെന്താ, പണ്ട് അച്ഛൻ ഇവിടെ വന്ന്, അച്ഛൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ, പണ്ട് ഇവിടെ താജ്മഹൽ കണ്ടതിൻ്റെ ഫോട്ടോസ് ആൽബത്തിൽ കണ്ടപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം. അച്ഛനിരുന്ന അതേപോലെ ആ ബെഞ്ചിൽ വന്നിരുന്ന് അതേ പോസിലൊരു ഫോട്ടോ എടുക്കണം താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഇന്നത് സാധിച്ചു. അത്രയും നാളത്തെ എൻ്റെ ആഗ്രഹം സാധിച്ചു. അത് ഇത്ര ഓവർ എക്സൈറ്റഡ് ആയിട്ടിരിക്കണം ഞാൻ. പക്ഷേ അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമുക്കെല്ലാം കാണില്ലേ, ചെറുപ്പത്തോട്ടേ ഉള്ള ആ ഒരു ആഗ്രഹമായിരുന്നു. സോ ഇതിൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. അപ്പോൾ അടുത്തേക്ക് കയറാൻ പോവാം. ഇതിലെയാണ് അതിലേ പോയി കയറണം ഉള്ളിലേക്ക്. എന്തൊരു സെക്യൂരിറ്റി ആണെന്നറിയോ. ഞങ്ങൾ ഇന്നലെ ആക്ച്വലി മധുരൈ ശ്രീകൃഷ്ണ ജന്മസ്ഥലിൽ പോയിട്ടുണ്ടായിരുന്നു.
ശ്രീകൃഷ്ണ ജന്മഭൂമി മധുര. അവിടെ ഇതുപോലെ തന്നെ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ആവും. പക്ഷെ അവിടുത്തെ ഒരു വെച്ചാൽ നമുക്ക് ഫോട്ടോ ഈവൻ ഇലക്ട്രോണിക്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. വാച്ചോ ഒന്നും, നമ്മുടെ സ്മാർട്ട് വാച്ച് പോലും അകത്ത് കടത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. ഒരു സാധനം, ഒരു ഫോണോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു സാധനം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അതിനുള്ളിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ക്യാമറ കൊണ്ടുവരാം, ഫോൺ കൊണ്ടുവരാം. അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ബാക്കിയുള്ള ഗാഡ്ജറ്റ്സൊക്കെ ഉള്ളൂ ബുദ്ധിമുട്ട്. സോ ബാക്കി അകത്ത് കയറിയിട്ട് ഞാൻ കാണിക്കാം. എത്തി മക്കളെ, എത്തി. താജ്മഹലിൻ്റെ ഇങ്ങോട്ടെത്തി. ഇതിനുള്ളിലേക്ക് കയറാൻ പോവാം. നമ്മുടെ താജ്മഹലിന് പുറമെ കടന്ന് കാണാൻ വേണ്ടി 50 രൂപ ടിക്കറ്റേ ഉള്ളൂ ഇന്ത്യൻസിന്. അകത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് 200 രൂപയുടെ വേറെ ടിക്കറ്റ് എടുക്കാം, എന്നാലേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ ടിക്കറ്റ് ചാർജസ് ഒക്കെ. ഒരാൾക്ക് മുത്തശ്ശിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് മുത്തശ്ശിയെ വീഡിയോ കോൾ വിളിച്ച് താജ്മഹൽ കാണിക്കുക. മുത്തശ്ശിക്ക് ഇത്ര ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മുത്തശ്ശി ഞങ്ങളിവിടെ വന്നില്ല. അതുകൊണ്ട് അവൾ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഇതൊരു വലിയൊരു അതിശയം തന്നെ കേട്ടോ. ഈ മാർബിളൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്ത്, അന്നത്തെ കാലത്താന്ന് ഓർക്കണം, അത്ര വർഷങ്ങൾക്ക് മുന്നേ അത്ര മെഷീൻസ് ഒന്നും ഇല്ലാത്തപ്പോൾ കൈകൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ കാർവിങ്ങും കാര്യങ്ങളൊക്കെ. പണ്ടത്തെ ആൾക്കാർ ഭയങ്കര കഴിവുള്ളവരായിരുന്നു എന്ന് മനസ്സിലായില്ലേ? ഭയങ്കര ബഹളം ഇവിടെ. ഇതാ വെണ്ണക്കൽ മാർബിളിൽ ഞാനും എൻ്റെ കയ്യും. ഓക്കെ, ഞാനൊരു ഫോട്ടോ എടുക്കാൻ നോക്കട്ടെ. താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് ഉള്ള പടികൾ കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങളിത് അതിൻ്റെ കവാടത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവാം. ഇതിൻ്റെ ഉള്ളിൽ അലോ ചെയ്യത്തില്ല, അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ കമാനം, കണ്ടോ? ഇതാണ് ഇത്രയും വലിയൊരു നിർമ്മിതി. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് സൈഡിലൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ബാക്കി കാണാം. അപ്പം ഞങ്ങൾ താജ്മഹലിൻ്റെ അകത്ത് ഫോൺ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇത് എൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ബാക്ക് സൈഡ് വ്യൂ. അത് കഴിഞ്ഞ് നോക്കൂ, എൻ്റെ ബാക്ക് സൈഡിലെ കമാന വാതിൽ അത് തന്നെ ഉണ്ടൊരു കോട്ട പോലെ. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് ആഗ്ര കോട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇന്നത്തേക്ക് നിർത്തുമായിരിക്കും. എല്ലാവരും ടയർഡായി. നിങ്ങൾ കാണിക്കാൻ പറ്റുമോ? ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ആഗ്ര ഫോർട്ടിൽ കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും വരാം.